ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ദേ നമ്മളുടെ പുതിയ സൈലേജ് ലോഡ് വന്നു. അറൗണ്ട് 2 ടൺ എടുത്തിട്ടുണ്ട്. കാർഗിലിൻ്റെ മിൽക്ക് ജൻ ഇത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ മിക്സ് തവിട് ശാന്താമണി ഫീഡ്സിൻ്റെ. ഇന്നലെ 6 ബാഗ് ഞാൻ കാറിലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാലൻസ് 34 ബാഗ് ഇപ്പോൾ അവരിത് ഇറക്കിയിട്ട് പോയി. ഇത് വന്നിട്ട് കപ്പയാണ്. നമ്മൾ ബിയർ വേസ്റ്റ് പക്ക ഫുൾ സ്റ്റോപ്പ് ചെയ്തു. കപ്പ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ 1/4 കിലോ വെച്ചിട്ട് ഒരു പശുവിന് കൊടുക്കുന്നുള്ളൂ. ഇനി പതുക്കെ ഇതുകൂടെ ഒന്ന് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ വേറൊരു കാര്യം കൂടി, അതായത് നമ്മളുടെ കാൽശക്തി പ്ലാറ്റിനയാണ്. അത് ബെസ്മിൻ ഗോൾഡ് 2 ബാഗ് 24 കിലോൻ്റെ. ഇത് 20 ലിറ്ററാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തായിരുന്നു. ഇവിടെ നമുക്ക് ബെസ്മിൻ ഗോൾഡ് 4300 രൂപ വരുന്നുണ്ട്. അവിടെ 3700 ഉള്ളൂ. പക്ഷേ കാൽശക്തി അവിടെ ഇവിടുത്തെ കാട്ടിയും ഒരു 200 രൂപ കൂടുതലാണ്. രണ്ടും കൂടി എടുക്കുന്ന സമയത്താണ് നമുക്ക് വേരിയേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതും കൂടി എടുത്താലേ തരുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ എന്തായാലും വേരിയേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയും 900-1000 രൂപയുടെ ലാഭം കിട്ടുന്നുണ്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ടിൻ്റെ പശു കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അവരുടെ വണ്ടി കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ സാധനം ഇന്ന് നമ്മുടെ അടുത്തെത്തി. ഇവിടെ എടുക്കുന്നതിനെക്കാട്ടി ലാഭമല്ലേ. 1000 രൂപയോ 900 രൂപയാണെങ്കിൽ വെറുതെ കിട്ടില്ലല്ലോ. നമ്മൾ 1 ലിറ്റർ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നതാ, 44-45 രൂപയ്ക്ക് വേണ്ടിയിട്ട്. 1000 രൂപയെങ്കിൽ 1000 രൂപ ലാഭം, പലതുള്ളി പിരിവെള്ളം. ഓക്കെ, നമ്മുടെ ആൾക്കാരെല്ലാം കറവയൊക്കെ കഴിഞ്ഞ് ഇന്ന് റെസ്റ്റിലാണ്. ഒരു 2-3 ദിവസമായിട്ട് പാൽ ഇച്ചിരി കുറവാണ്. നമ്മൾ ബിയർ വേസ്റ്റിൻ്റെ നിർത്തിയതിൻ്റെയും പിന്നെ ക്ലൈമറ്റ് ഒന്നാമത്. രാവിലെ നല്ല മഞ്ഞും തണുപ്പുമാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു നേരം ചൂടും നല്ല പുഴുക്കം, ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതൽ. അപ്പോൾ അത് കാരണം പാൽ കുറവാണ്. രാവിലെ ഒരു 135 ലിറ്റർ കിട്ടുന്നുണ്ട്, വൈകിട്ട് ഒരു 115-120 ഉള്ളിൽ. അപ്പോൾ നോർമൽ കിട്ടുന്നതിനെക്കാട്ടിയും ഒരു 15-18 ലിറ്റർ രാവിലെയും വൈകിട്ടും കുറവുണ്ട്. അത് ക്ലൈമറ്റ് ഒന്ന് റെഡി ആയിക്കഴിഞ്ഞും പിന്നെ നമ്മുടെ ഈ ബിയർ വേസ്റ്റ് മാറി തീറ്റ ഒന്ന് സെറ്റാവുന്നതിൻ്റെയും കൂടെ കറക്റ്റ് ആകുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ പുതിയ പ്രസവിച്ച പശുക്കളും കൂടെ ഒന്ന് സെറ്റായി വരുമല്ലോ പാല് കയറിയിട്ട്. അപ്പോൾ ആൾമോസ്റ്റ് മാച്ച് ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ശുഭരാത്രി.